നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI പ്രവർത്തകർ പെയിന്റ് അടിച്ച കോളേജിനുള്ളിലെ സ്ഥലങ്ങളിൽ എഴുതിയതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ തർക്കം. കോളേജിനെ അങ്കണവാടിയാക്കാനുള്ള ശ്രമം SFI ഉപേക്ഷിക്കണമെന്ന് ABVP. RSS പ്രവർത്തകനായ തൊഴിയൂർ സുനിലിനെ കൊലപ്പെടുത്തിയ കേസിൽ 9ാം പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശി കൊടുങ്ങൂക്കാരൻ വീട്ടിൽ നവാസ് ആണ് പിടിയിലായത്. കുന്നംകുളം താവൂസ് കയറ്റത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി പിറകോട്ടിറങ്ങി ഡിവൈഡറിൽ ഇടിച്ച് അപകടം. ഒഴിവായത് വൻ ദുരന്തം. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്ക്. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തയിലേക്ക്. കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI പ്രവർത്തകർ പെയിന്റ് അടിച്ച കോളേജിനുള്ളിലെ സ്ഥലങ്ങളിൽ ABVP പ്രവർത്തകർ എഴുതിയതിനെ ചൊല്ലി പ്രവർത്തകർ തമ്മിൽ തർക്കം. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. നിലവിലെ SFI യൂണിയന്റെ തീരുമാനപ്രകാരം തിങ്കളാഴ്ച രാത്രി 7:30 കോളേജ് വരാന്ത വൃത്തിയാക്കുന്നതിനായി SFI പ്രവർത്തകർ പെയിന്റ് അടിച്ചിരുന്നു. എന്നാൽ ABVP പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടും കോളേജിനുള്ളിൽ യാതൊരുവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പേരും എഴുത്തുകളും വേണ്ടയെന്ന് പറയുകയും ചെയ്തു. ഇത് ഇരുകൂട്ടരും സമ്മതിച്ചു. പോലീസ് പോയതിനുശേഷം SFI വിദ്യാർത്ഥികൾ വരാന്ത മുഴുവൻ വെള്ള പെയിന്റടിച്ച് വൃത്തിയാക്കി. എന്നാൽ രാവിലെ 10ഓടെ SFI പ്രവർത്തകർ പെയിന്റടിച്ച സ്ഥലങ്ങളിൽ ABVP പ്രവർത്തകർ ABVP എന്ന് എഴുതിവെക്കുകയായിരുന്നുവെന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി. കോളേജ് SFI പ്രവർത്തകർ പെയിന്റ് ചെയ്യേണ്ടതില്ലെന്നും ദേവസ്വം ബോർഡ് ആളെ നിർത്തി ചെയ്യിച്ചാൽ മതിയെന്നും ABVP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇരുകൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം നൽകി. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ ഇരുട്ടിന്റെ മറവിൽ ചുവരെഴുത്ത് മായ്ക്കാൻ SFI പ്രവർത്തകരുടെ ശ്രമം എന്ന് ABVP. രാവിലെ കോളേജിലെത്തിയ ABVP പ്രവർത്തകർ രാത്രിയിൽ SFI പ്രവർത്തകർ മായ്ച്ചു കളഞ്ഞ എഴുത്തുകളും ചിത്രങ്ങളും തിരികെ പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് SFI ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തതായി ABVP ആരോപിച്ചു. കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ യുവാക്കളുടെ സർഗസൃഷ്ടികൾ നിറഞ്ഞതാണെന്നും അതൊന്നും മായ്ച്ചു കളയാൻ SFIക്കാർ തയ്യാറുണ്ടോയെന്നും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കോളേജിൽ ഇല്ലെന്നും പെയിന്റടിച്ചല്ല ഇത് മായ്ക്കേണ്ടതെന്നും ABVP നേതാക്കൾ പറഞ്ഞു. കോളേജിനെ അങ്കണവാടിയാക്കാനുള്ള ശ്രമം SFI ഉപേക്ഷിക്കണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ABVP നേതാക്കളായ ഗോകുൽ കിരൺ, ശ്രീദേവ് KR, കൃഷ്ണ M സജേഷ്, കീർത്തന P, ദേവ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. അവർ നശിപ്പിച്ചിട്ട് അവർ പറഞ്ഞത് പ്രിൻസിപ്പാളിൻ്റെ അനുമതി എടുത്തിട്ടാണ് കോളേജിൻ്റെ യൂണിയൻ എടുത്ത് തീരുമാനമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രിൻസിപ്പാളോ യൂണിയനോ ഒരു തീരുമാനം എടുത്തിട്ടില്ല. യൂണിയനിലെ ABVPയുടെ 5 വ്യക്തികളുണ്ട്. 5 വ്യക്തികളും ഈ ഒരു പ്രവൃത്തി അറിഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ പോകുമ്പോൾ ഞങ്ങളെ ചുമരെഴുത്തുകൾ അവർ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഞങ്ങളതിനെതിരെ ഞങ്ങളുടെ അതേ ഇതിൽ തന്നെ ഞങ്ങൾ ABVP എഴുതുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടേതായ മറ്റേ വീരസവർക്കറിൻ്റെ ഫോട്ടോ ഞങ്ങൾ തിരിച്ച് വരയ്ക്കുകയും ചെയ്തു. ABVP എന്ന് എഴുതിയ ചുമരുകളും സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ആളുകളുടെ പടം വരച്ചിട്ടുള്ള ചുമരുകളും പെയിന്റ് അടിക്കുകയുണ്ടായി. എന്നാൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി പൊളിഞ്ഞു കിടക്കുന്ന ക്ലാസ് റൂമിലെ ഡോറുകൾ, സീലിംഗുകൾ, ക്ലാസ് റൂമുകളിലെ കുഴികൾ ഇവയെല്ലാമാണ് വികസിപ്പിക്കേണ്ടത്. ഇവയെല്ലാമാണ് നേരെയാക്കേണ്ടത്. കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ കോളേജ് ചുമരിൽ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുക എന്ന പേരിൽ ABVP എന്ന് എഴുതിയത് SFI പ്രവർത്തകർ വെള്ള പെയിന്റ് അടിച്ചു മായ്ച്ചതാണ് തർക്കത്തിനിടയാക്കിയതെന്ന് BJP കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി പെയിന്റ് അടിക്കുന്നത് SFI പ്രവർത്തകരോട് നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വീണ്ടും കോളേജ് ചുമരുകളിൽ ABVP എന്ന് എഴുതിയത് മായ്ക്കാൻ ചൊവ്വാഴ്ച രാവിലെ SFI ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയതെന്നും PJ ജെബിൻ കൂട്ടിച്ചേർത്തു. RSS പ്രവർത്തകനായ തൊഴിയൂർ സുനിലിനെ കൊലപ്പെടുത്തിയ കേസിൽ 9ാം പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശി കൊടുങ്ങൂക്കാരൻ വീട്ടിൽ നവാസ് ആണ് പിടിയിലായത്. ഗൾഫിലായിരുന്ന ഇയാൾ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. ഇതോടെ കേസിലെ 9 പ്രതികളിൽ 7 പേരും അറസ്റ്റിലായി. കൊലപാതകത്തിന്റെ സൂത്രധാരനായ സെയ്തലവി വിദേശത്ത് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ മതിലകത്ത് ഒരു കൊലപാതക കേസിലും നവാസ് പ്രതിയായിരുന്നു. മതിയായ തെളിവില്ലാത്തതിനാൽ വെറുതെ വിടുകയായിരുന്നു.
തൊഴിയൂർ സുനിൽ വധത്തിനു ശേഷം വിദേശത്തായിരുന്നു നവാസ്. 1994 ഡിസംബർ 4-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. തൊഴിയൂരിലെ RSS കാര്യവാഹകായ സുനിലിനെയും കുടുംബാംഗങ്ങളെയും അർദ്ധരാത്രി ഒരു സംഘം വന്ന് അതിദാരുണമായി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി വെട്ടേറ്റ സുനിലിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. സഹോദരൻ സുബ്രഹ്മണ്യന്റെ ഇടതുകൈ വെട്ടേറ്റ് അറ്റുപോയി. ഇത് പിന്നീട് തുന്നിച്ചേർക്കുകയായിരുന്നു. സുനിലിന്റെ അച്ഛൻ, അമ്മ, പെങ്ങൾ തുടങ്ങി എല്ലാവർക്കും വെട്ടേറ്റിരുന്നു. കേസിലാദ്യം CPM പ്രവർത്തകർ ഉൾപ്പെടെ 9 പേരെ ഗുരുവായൂർ പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ 4 പേരെ കോടതി ജീവപര്യന്തം തടവിനു ശിക്ഷിച്ചു. ഹൈക്കോടതി ഇവരുടെ ശിക്ഷ റദ്ദാക്കി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. TP സെൻകുമാർ ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന കാലത്താണ് ജമിയത്തുൽ ഇസാനിയയിലേക്ക് അന്വേഷണം എത്തിയത്. ജംഇയ്യത്തുൽ ഇസാനിയയുടെ സജീവ പ്രവർത്തകരാണ് പിടിയിലായിട്ടുള്ളവർ. വിദേശത്തായിരുന്ന നവാസിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ അനുവദിച്ച് പാസ്പോർട്ട് റദ്ദാക്കി. ഇതേ തുടർന്ന് ഗൾഫിൽ നിന്നും നേപ്പാളിലെത്തി റോഡ് മാർഗം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ലുക്കൌട്ട് സർക്കുലർ ഉള്ളതിനാൽ അതിർത്തിയിൽ പാസ്പോർട്ട് പരിശോധനയ്ക്കിടെ ഇയാൾ പിടിയിലായി. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെത്തിയ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ റിയാസ് രാജയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ക്രൈംബ്രാഞ്ച് DYSP PM മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൊഴിയൂരിലെ സുനിലിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DYSPയെ കൂടാതെ SIമാരായ തോംസൺ, പ്രേമൻ, ജയപാലൻ എന്നിവരും തെളിവെടുപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്നു. സംഭവത്തിലെ മുഖ്യപ്രതിയെ കഴിഞ്ഞ ജൂലൈ 20-ന് പിടികൂടിയിരുന്നു. വാടാനപ്പള്ളി അഞ്ചങ്ങാടി പുയ്യുവീട്ടിൽ ഷാജുദ്ദീനാണ് പിടിയിലായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇയാൾ പിടിയിലായത്. 9 കുറ്റാരോപിതരിൽ 1-ാം പ്രതി സെയ്തലവി അൻവരിയെ ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ മുഖ്യപ്രതിയാണ് ഈ കേസിലെ 1-ാം പ്രതി കൂടിയായ സെയ്തലവി അൻവരി. കുന്നംകുളം താവൂസ് കയറ്റത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി പിറകോട്ടിറങ്ങി ഡിവൈഡറിൽ ഇടിച്ച് അപകടം. ഒഴിവായത് വൻ ദുരന്തം. തമിഴ്നാട് തൂത്തുക്കുടിയിൽ നിന്നും കുന്നംകുളത്തേക്ക് ചരക്കുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോഡുമായി താവൂസ് കയറ്റം കയറി ഗുരുവായൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ മുൻപിൽ ഓട്ടോറിക്ഷ വന്നു നിന്നതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പുറകോട്ടിറങ്ങി ഡിവൈഡറിൽ ഇടിച്ചു. ടയർ പൊട്ടിയതിനു ശേഷമാണ് വാഹനം നിന്നത്. സംഭവ സമയത്ത് പുറകിൽ ബസ് ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. സംഭവത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഡിവൈഡറുകൾ തകർന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുന്നംകുളത്തെ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സ്മിത മുരളി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേമരാജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ, സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടറിമാരായ മിനി മോൺസി, ലീല ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. രീതിയിലാണ് ഈ കുന്നംകുളം പോലീസ് ആ പയ്യനോട് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾക്കറിയാം, ദൃശ്യമാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോ അമ്മമാരും കണ്ട് അത് നെഞ്ചിൽ നമുക്കൊരു വേദനയായി നിലനിൽക്കുന്ന സമയമാണ്. CCTV ഇല്ലാത്ത സ്ഥലത്ത് പോലും കൊണ്ടുപോയി അവന്റെ മുണ്ടും ഷർട്ടും അഴിച്ച് അവനെ ചാടാൻ പറഞ്ഞ് കാലിന്റെ അടിയിൽ അടിക്കുകയും ചാടിപ്പിക്കുകയൊക്കെ ചെയ്ത് മൃഗീയമായി അവനെ നടക്കാൻ പോലും പറ്റാത്ത തരത്തിലാക്കിയിരിക്കുകയായിരുന്നു.
കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തൃശൂർ ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന് പരിക്ക്. അഡ്വക്കേറ്റ് CB രാജീവിനാണ് പരിക്കേറ്റത്. രാവിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രതിഷേധക്കാർക്കൊപ്പം ബാരിക്കേഡുകൾ തള്ളി മറയ്ക്കാൻ ശ്രമിച്ചതോടെ ബാരിക്കേഡിൽ ഘടിപ്പിച്ചിരുന്ന മുള്ള് കമ്പിയിൽ കൈയിൽ കുത്തിക്കയറിയാണ് പരിക്കേറ്റത്. CB രാജീവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്ക്. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 7:30 കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം ഉണ്ടായത്. സംഘർഷ സമയത്ത് ഇരു ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. പരിക്കേറ്റ ഹനീഫയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കവാടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ നിർവഹിച്ചു. തുടർന്ന് സൽക്കാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസീസ്, SMC ചെയർമാൻ അജിത് താഴത്ത്, MTA പ്രസിഡന്റ് ഫൗസിയ, വികസന സമിതി കൺവീനർ ഇബ്രാഹിം മാസ്റ്റർ, അംഗങ്ങളായ ഖാലിദ് മംഗലത്തിൽ, പ്രസാദ് ചക്കാലയ്ക്കൽ, ജസീറ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് സരസ്വതി ടീച്ചർ സ്വാഗതവും ജയകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. നക്ഷത്രയുടെ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ചിറളയം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ നക്ഷത്രയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ചമ്മന്നൂർ മഹല്ല് കമ്മിറ്റിയിൽ അംഗം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് BCGHS സ്കൂൾ മാനേജ്മെന്റും PTA കമ്മിറ്റിയും സഹകരിച്ച് വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹവീടിന്റെ താക്കോൽ സ്കൂൾ പ്രധാന അധ്യാപിക സ്റ്റാർലിറ്റ്, ചമ്മന്നൂർ മഹല്ല് മുൻ ജനറൽ സെക്രട്ടറി തളികശ്ശേരി ഹസൻ എന്നിവർ ചേർന്ന് നക്ഷത്രയ്ക്ക് നൽകി. പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായ ചടങ്ങിൽ മഹല്ല് ജനറൽ സെക്രട്ടറി വലിയവളപ്പിൽ ഷഫീഖ്, 7-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദേവകി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. മഹല്ല് ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞി മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് IP, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, മഹല്ല് കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട്, കടപ്പുറം, ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, K നവാസ്, KH ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ സെപ്റ്റംബർ 17 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10-ന് യൂണിയൻ ഹാളിൽ ആരംഭിക്കുന്ന ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടറി PA സജീവൻ അധ്യക്ഷത വഹിക്കും. ശിവഗിരി മഠം ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യും. യോഗം കൗൺസിലർ PK പ്രസന്നൻ, യൂണിയൻ സെക്രട്ടറി PA സജീവൻ എന്നിവരാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ ഉദ്ഘാടകർ. വിദ്യാഭ്യാസം, ശുചിത്വം, ഭക്തി, സംഘടന, കൃഷി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഓരോ ദിവസത്തെയും പ്രഭാഷണങ്ങൾ. ഞായറാഴ്ച രാവിലെ 10-ന് മഹാസമാധി ദിനത്തിൽ നടക്കുന്ന സമാദരണ സദസ്സ് യോഗം കൗൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്യും. ശുഭ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. സുന്ദർ ശ്രീപതി സമാധിദിന സന്ദേശം നൽകും. വൈകിട്ട് 3:30-ന് നഗരം ചുറ്റിയുള്ള ശാന്തിയാത്രയും നടക്കും. യൂണിയൻ പ്രസിഡന്റ് PA പ്രേമാനന്ദൻ, സെക്രട്ടറി PA സജീവൻ, MA ചന്ദ്രൻ, PV സുനിൽകുമാർ, കാഞ്ഞിരപ്പറമ്പിൽ രവീന്ദ്രൻ, KK രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പോലീസിന്റെ നരനായാട്ടിനെതിരെയും മനുഷ്യലംഘനത്തിനെതിരെയും ഗുരുവായൂർ പൂക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭ ട്രെഞ്ചിംഗ് പരിസരത്ത് നടന്ന സദസ്സ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MF ജോയ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ, നഗരസഭാ കൗൺസിലർമാരായ KPA റഷീദ്, ജീഷ്മ സുജിത്ത്, INTUC റീജിയണൽ പ്രസിഡന്റ് വിമൽ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടിണിയിലായ വളർത്തുനായ്ക്കൾക്ക് നാട്ടുകാരുടെ കാരുണ്യം. അണ്ടത്തോട് തങ്ങൾപ്പടി 310 റോഡിലാണ് സംഭവം. യുവതി വീട് പൂട്ടിപ്പോയതിനെ തുടർന്നാണ് വളർത്തുനായ്ക്കൾ പട്ടിണിയിലായത്. 4 ദിവസമായി ഭക്ഷണം കിട്ടാതെ നായ്ക്കൾ കുരച്ചു ബഹളം വെച്ചപ്പോഴാണ് വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലായത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം PS അലിയും നാട്ടുകാരും പരിശോധന നടത്തിയെങ്കിലും ചുറ്റുമതിലുള്ളതിനാലും ഗേറ്റ് പൂട്ടിയിട്ടതിനാലും നായകളുടെ അടുത്തേക്ക് പ്രവേശിക്കാനായില്ല. തുടർന്ന് മെമ്പർമാരായ PS അലി, സജിത ജയൻ എന്നിവർ വടക്കേകാട് CI MK രമേശിനെ വിവരമറിയിച്ചു. CIയുടെ നിർദ്ദേശത്തെ തുടർന്ന് SI ബിന്ദുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് നാട്ടുകാർ മതിൽക്കെട്ടിനകത്തേക്ക് കടന്ന് നായ്ക്കൾക്ക് ചോറും ബിസ്ക്കറ്റും വെള്ളവും നൽകിയത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലും ഈ വീട്ടിൽ സമാന സംഭവം നടന്നതായി നാട്ടുകാർ പറയുന്നു. അന്ന് 3 നായ്ക്കുട്ടികൾ കൂട്ടിൽ പട്ടിണി കിടന്ന് ചത്തു. ഒരു നായയെ നാട്ടുകാർ ഭക്ഷണം നൽകി രക്ഷിച്ചു. 2 നായ്ക്കളാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഒരെണ്ണം മതിൽക്കെട്ടിനകത്ത് അഴിച്ചുവിട്ട നിലയിലും മറ്റൊന്ന് കൂട്ടിലുമായിരുന്നു. രണ്ടും അവശനിലയിലായിരുന്നു. വീട്ടുടമയായ യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരായ ഉദയൻ തെക്കോട്ട്, ഷഹീർ, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. വിവാഹ സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ഉടമസ്ഥത സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, പെൻഷൻ തുടങ്ങി പഞ്ചായത്തിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ രീതിയിൽ സർവീസ് ചാർജ് ചുരുങ്ങിയ നിരക്കിൽ ഈടാക്കിക്കൊണ്ട് സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് ആരംഭിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം വകയിരുത്തി കുടുംബശ്രീ അംഗങ്ങളായ മിനി, ഫസീല എന്നിവർ ചേർന്നാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു, CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, അഞ്ജു പ്രേമദാസ്, സ്മിത ഷാജി, TP പ്രജീഷ്, PS സന്ദീപ്, VP ലീല, നാൻസി ആന്റണി, മാഗി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഭാരത സർക്കാർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ ചേർന്ന് ലഹരിക്കെതിരെ രോഗി സംരക്ഷണ ദിനത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വൃത്തിയുള്ള നാട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന സന്ദേശവുമായി കലാലയ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ അണിനിരന്ന കൂട്ടയോട്ടം മറ്റം സെന്ററിൽ നിന്നും ആരംഭിച്ച് കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ സമാപിച്ചു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ SI CK ഷാജു ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദു മനാഫ് K, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C, മേജർ PJ സ്റ്റൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള കൂട്ടയോട്ടത്തിന്റെ സമാപനം സെന്റ് തോമസ് UP സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ട് സംഘടിപ്പിച്ചു. പഴഞ്ഞി വൺവേ റോഡിൽ ദിശാസൂചക ബോർഡുകൾ സ്ഥാപിച്ചു. വാഹനങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് പതിവായപ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ CS അബിഗയിൽ, VM ഷിഫ എന്നിവരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ ദിശാ ബോർഡുകൾ സ്ഥാപിച്ചത്. വാർഡ് മെമ്പർ ഷാജൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് സാബു ഐനൂർ, പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി, ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സി മാത്യു, ആൽബർട്ട് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയിരുന്നത്. VK മോഹനൻ കാർഷിക സംസ്കൃതി ഒരുമനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്ത കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചാവക്കാട് അമൃത സ്കൂൾ പരിസരത്ത് നടന്ന വിളവെടുപ്പ് ഒരുമനൂർ കൃഷി ഓഫീസർ എമിലി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ TK സിമി, കാർഷിക സംസ്കൃതി മണ്ഡലം കൺവീനർ KV രാജേഷ്, പഞ്ചായത്ത് കൺവീനർ ഗഫൂർ മരക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നടത്തുന്ന അധിനിവേശങ്ങൾക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. ചാവക്കാട് MR സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച സാമ്രാജ്യത്വ വിരുദ്ധ റാലി നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു.
തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TT ശിവദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, ഷൈനി ഷാജി, TV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഖത്തറിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK രാജേശ്വരൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KK ജ്യോതിരാജ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. CPIM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി സുരക്ഷിത ഭക്ഷണം ആശയത്തിന്റെ ഭാഗമായുള്ള കൃഷിക്ക് തുടക്കമായി. തിരുവത്ര മുട്ടിൽ സംഘടിപ്പിച്ച സംയോജിത കൃഷിയുടെ ഭാഗമായുള്ള തൈകൾ നടിയിൽ ഉദ്ഘാടനം CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, PK രാധാകൃഷ്ണൻ, KR ആനന്ദൻ, വാർഡ് കൗൺസിലർ ശ്രീജി സുഭാഷ്, ഇന്ദിര രാമു, പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. ഖത്തർ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താൽപര്യങ്ങൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. പൂവത്തൂരിൽ വെച്ച് നടന്ന പ്രകടനവും പൊതുയോഗവും ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, PG സുബിദാസ്, AK ഹുസൈൻ, CK വിജയൻ, ഗീത ഭരതൻ, ഷീജ രാജീവ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയുടെ കീഴിൽ വരുന്ന വാഴപ്പിള്ളി തറവാട് സംഗമം ചേർന്നു. പാലൂർ ഫൊറോനയിൽപ്പെട്ട വാഴപ്പിള്ളി കുടുംബാംഗങ്ങളുടെ ഫൊറോന തല മഹാസംഗമം ആർത്താറ്റ് ഹോളിക്രോസ് കത്തോലിക്ക ദേവാലയാങ്കണത്തിൽ ഡിസംബർ ആദ്യവാരത്തിൽ ചേരുന്നതിന്റെ മുന്നോടിയായാണ് യോഗം ചേർന്നത്. വാഴപ്പിള്ളി ദേവസി ജേക്കബിന്റെ വീട്ടിൽ നടന്ന യോഗം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. വാഴപ്പിള്ളി തറവാട് ഫൊറോന തല പ്രസിഡന്റ് VD ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപതയുടെ കത്തോലിക്ക പത്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഫൊറോന സെക്രട്ടറി തോബിയാസ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. CCTV സെയിൽസ് വിഭാഗം ജീവനക്കാരി ജിനീഷയുടെ പിതാവ് കേച്ചേരി മണലി പുലിച്ചക്കാട്ട് കുഞ്ചു മകൻ കുമാരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. CCTVക്ക് വേണ്ടി ചെയർമാൻ KC ജോൺസൺ മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KC ജോസ്, ഷാജി V ജോസ്, അനന്തരാമൻ, V ശശികുമാർ, KV ശിവദാസൻ, NV അബ്ദുസമദ്, മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ആനന്ദവല്ലി ഭാര്യയാണ്. പ്രജേഷ്, സതീഷ് എന്നിവർ മറ്റു മക്കളാണ്. KCB ഓൺലൈൻ അപേക്ഷകളിലെ അപാകത പരിഹരിക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കുന്നംകുളം ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. EWSA ഏരിയ പ്രസിഡന്റ് വിൽസൺ MA അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി മണികണ്ഠൻ K പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് MV ഷാജഹാൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, EWSA ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അജയകുമാർ P, നിഖിൽ, KN കൃഷ്ണൻ PK എന്നിവർ സംസാരിച്ചു. ഏരിയ ഭാരവാഹികളായി അജയകുമാർ PK പ്രസിഡന്റ്, മണികണ്ഠൻ K സെക്രട്ടറി, വിൽസൺ MA ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി അറക്കൽ ഇർഷാദുൽ മുബ്തദ് ഇൻ മദ്രസയിലെ നബിദിന റാലി ഭക്തി നിറവിൽ വർണ്ണാഭമായി. മദ്രസ അങ്കണത്തിൽ നിന്നാരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച മദ്രസയിൽ തന്നെ സമാപിച്ചു. വഴിയിലുടനീളം വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോയും ദഫ് പ്രകടനങ്ങളും നടത്തി. വിദ്യാർത്ഥികൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, OSF പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ റാലിയിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും വഴിയോരങ്ങളിൽ സ്വീകരണം നൽകി. മിഠായികൾ, മധുരപലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ എന്നിവ വിതരണം ചെയ്തു. റാലി സമാപിച്ചതിനു ശേഷം മദ്രസയിൽ മൗലൂദും ദുആയും നടന്നു. തുടർന്ന് പങ്കെടുത്തവർക്ക് ബിരിയാണി വിരുന്നും നൽകി.
വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ലോക ഓസോൺ ദിനാചരണം സംഘടിപ്പിച്ചു. ഓസോണില്ലാത്ത ഭൂമി മേൽക്കൂരയില്ലാത്ത വീട് പോലെയാണ് എന്ന ആശയം മുൻനിർത്തി പോസ്റ്റർ രചനയും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു. ഓസോൺ ദിന പ്രവർത്തനങ്ങളുടെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ഹെഡ്മാസ്റ്റർ വി. ജിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓസോൺ ദിനാചരണത്തെക്കുറിച്ച് അവബോധം നൽകുന്ന ശാസ്ത്ര ക്ലാസുകൾക്ക് അധ്യാപകരായ AACC, N. ജോളി ജോസ്, വിൻസി ജോസ്, ഫ്ലെമി സി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. സംയുക്ത മോട്ടോർ വാഹന തൊഴിലാളി യൂണിയനും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കുമായുള്ള 5 ദിവസം നീണ്ടുനിൽക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മോട്ടോർ വാഹന തൊഴിലാളി യൂണിയൻ CATU സംസ്ഥാന കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ANTUC മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, യൂണിയൻ CATU മേഖലാ സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ആര്യ ഐ കെയർ കുന്നംകുളം മാനേജർ സന്തോഷ് K, PROമാരായ റനീഷ് TR, NG ഗിരിലാൽ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആര്യ ഐ കെയറിൽ സെപ്റ്റംബർ 16 മുതൽ 20 വരെ മോട്ടോർ വാഹന തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ നേത്ര പരിശോധന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 88 91 50 60 88 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വിപണി 30 വർഷത്തെ സേവന പാരമ്പര്യങ്ങളിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ മിഖായേൽ ഗ്രൂപ്പിന്റെ മിഖായേൽ ബയോടെക് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള 5ാമത്തെ ബ്രാഞ്ച് കുന്നംകുളത്ത് ലിവ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ആർത്താറ്റ് ഹോളി ക്രോസ് പള്ളി ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, റവറന്റ് ഫാദർ രഞ്ജിത്ത് എന്നിവർ ചേർന്ന ആശീർവാദ കർമ്മം നിർവഹിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മിഖായേൽ ബയോടെക് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മിഖായേൽ ഗ്രൂപ്പ് ചെയർമാൻ ബാബു ജോസ് അധ്യക്ഷത വഹിച്ചു. മിഖായേൽ ബയോടെക് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ നിരവധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ഫാമിലി ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം ഡോക്ടർ താജ്പോൾ പനക്കൽ പ്രസുന്ന റോഷിത്തിന് നൽകി നിർവഹിച്ചു. സ്വീറ്റ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അനുഗ്രഹ സന്ദേശം നൽകി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ താജ്പോൾ പനക്കൽ, മലങ്കര മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറിയും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ KP സാക്സൺ, 7ാം വാർഡ് മുനിസിപ്പൽ കൌൺസിലർ പ്രസുന്ന റോഷിത്, മിഖായേൽ ഫുഡ്സ് ഡയറക്ടർ TJ റോയ് എന്നിവരും സംസാരിച്ചു. മിഖായേൽ ഗ്രൂപ്പ് ഫൗണ്ടർ VM ജോസ്, ഡയറക്ടർ ലിസി ബാബു, മിഖായേൽ ഫുഡ്സ് ഡയറക്ടർമാരായ BV സണ്ണി, S ബാലൻ, ലിയോ ടോണി എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരു മാസത്തേക്ക് 1700 രൂപയുടെ ഫുൾ ബോഡി ചെക്കപ്പ് 500 രൂപയ്ക്കും ഷുഗർ, പ്രഷർ ടെസ്റ്റുകൾ സൗജന്യമായും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മിഖായേൽ ഗ്രൂപ്പ് ഡയറക്ടർമാരായ PD ജോസ് സ്വാഗതവും ഗോഡ്വിൻ ബാബു നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ താണിയിൽ ക്ഷേത്രത്തിന് സമീപം സെപ്റ്റംബർ 10 മുതൽ ആരംഭിച്ച ഭാഗവത സപ്താഹത്തിലെ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. മുംബൈ നാരായണജിയുടെ നേതൃത്വത്തിലാണ് സപ്താഹം. സ്വാമി ഉദിത് ചൈതന്യയാണ് സപ്താഹത്തിന് തിരികൊളുത്തിയത്. രുക്മിണി ഘോഷയാത്രയ്ക്ക് സംഘാടക സമിതി അംഗങ്ങളായ NT കാർത്തികേയൻ ഗുരുവായൂർ, AKG നായർ മുംബൈ, താണിയിൽ ശിവദാസൻ ഗുരു തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി കുന്നംകുളത്ത് ടെസ്ല സ്കാൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഹെൽത്ത് കെയർ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടെസ്ലയാണ് കുന്നംകുളം ബൈജു റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഡോക്ടർ രൂപക് ചന്ദ്രൻ, ഡോക്ടർ അഞ്ജന എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ടെസ്ല ഗ്രൂപ്പിന്റെ ലാബ് സൗകര്യമാണ് കുന്നംകുളത്ത് ലോഞ്ച് ചെയ്തത്. ബ്ലഡ് കളക്ഷൻ അറ്റ് ഡോർ സ്റ്റെപ്പ് എന്നതാണ് ടെസ്ലയുടെ മുഖമുദ്ര.
2 മാസത്തിനുള്ളിൽ MRI, CT, USG, എക്സ്റേ, മാമോഗ്രാം സൗകര്യങ്ങൾ കൂടി ആരംഭിക്കും. ടെസ്ലയുടെ MRI, CT രോഗികൾക്ക് സൗജന്യ യാത്രാ സൗകര്യവും ടെസ്ല ഉറപ്പുവരുത്തും. കൃത്യവും വ്യക്തവുമായ റിപ്പോർട്ടിംഗും ലഭ്യമാണ്. പത്രദൃശ്യ ഓൺലൈൻ മാധ്യമരംഗത്തെ സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ KMPU സംസ്ഥാന സമിതി യോഗവും തൃശൂർ ജില്ലാ ഐഡന്റിറ്റി കാർഡുകൾ വിതരണവും നടത്തി. തൃശൂർ CMS സ്കൂളിൽ നടന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. KMPU സംസ്ഥാന സമിതി അംഗവും ജില്ലാ പ്രസിഡന്റുമായ മത്തായി കേരളം അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് തിരുവനന്തപുരം, വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി എന്നിവർ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്നും പുതിയ അംഗത്വമെടുത്ത മാധ്യമ പ്രവർത്തകർക്കുള്ള ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാന സമിതി അംഗങ്ങളായ മനു എറണാകുളം, പ്രദീപ് ചെറുവാശ്ശേരി, തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിഹരൻ, ജില്ലാ കോർഡിനേറ്റർ രംഗനാഥൻ, രക്ഷാധികാരി KO ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,260 രൂപ, പവന് 82,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 136 രൂപ. ചരമം കേച്ചേരി പെരുമണ്ണ് എടക്കളത്തൂർ പരേതനായ തോമസ് ഭാര്യ കുഞ്ഞിത്തി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ കോന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. ആറ്റത്ര പരേതനായ ചിരിയങ്കണ്ടത്ത് പറഞ്ചപ്പൻ മകൻ ഇട്ടിയച്ചൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി സെമിത്തേരിയിൽ നടത്തി. പരേതയായ ആലിസ് ഭാര്യയും ജാൻസി, സണ്ണി, ടോണി, സിസ്റ്റർ ഗ്രേസ്മി എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് കല്ലിങ്ങൽ GLP സ്കൂളിന് കിഴക്ക് പരേതനായ നമ്പിയാത്തയിൽ കുഞ്ഞിമൊയ്തുവിന്റെ മകൻ പുതിയ വീട്ടിൽ നാലകത്ത് മുഹമ്മദ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. നൂർജഹാൻ ഭാര്യയും ഷമൽ, രേഷ്മ, രോഷ്നി, ഷിബിൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI പ്രവർത്തകർ പെയിന്റ് അടിച്ച കോളേജിനുള്ള സ്ഥലങ്ങളിൽ എഴുതിയതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ തർക്കം. കോളേജിനെ അങ്കണവാടിയാക്കാനുള്ള ശ്രമം SFI ഉപേക്ഷിക്കണമെന്ന് ABVP. RSS പ്രവർത്തകനായ തൊഴിയൂർ സുനിലിനെ കൊലപ്പെടുത്തിയ കേസിൽ 9ാം പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശി കൊടുങ്ങൂക്കാരൻ വീട്ടിൽ നവാസ് ആണ് പിടിയിലായത്. കുന്നംകുളം താവൂസ് കയറ്റത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി പിറകോട്ടിറങ്ങി ഡിവൈഡറിൽ ഇടിച്ച് അപകടം. ഒഴിവായത് വൻ ദുരന്തം. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്ക്. പാലപ്പെട്ടി അൽഫാസ് ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.